ഒരുപക്ഷെ 2010 ശേഷമാണ് മലയാള സിനിമയിൽ വീണ്ടും ഒരു സിനിമാ വിപ്ലവം ഉണ്ടാകുന്നത്. ഈ വിപ്ലവത്തോടുകൂടി പല മാറ്റങ്ങളും മലയാള സിനിമയിലുണ്ടായി. കൂടുതൽ റിയലിസ്റ്റിക് ആയുള്ള സിനിമകൾ ഇവിടെ പിറക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഫാന്റസിയിലും ഹൊററിലും ക്രൈം ത്രില്ലറിലുമൊക്കെ മലയാള സിനിമ വളരെയധികം വേഗത്തോടെ മുന്നോട്ട് കുതിച്ചു. ഏതാണ്ട് എല്ലാ ജോണറിലും ഇന്ത്യയിലെയും ലോക സിനിമയെയും വെല്ലുന്ന അതിമനോഹരമായ സിനിമകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരുപാട് പിറന്നു. ഇന്ത്യൻ സിനിമയിൽ അതുകൊണ്ട് തന്നെ മലയാള സിനിമ ഇപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമാണ്. എന്നാൽ 2010-നും അതിനുശേഷവുമുള്ള മികച്ച 10 സിനിമകൾ നിങ്ങളോട് പറയാൻ പറഞ്ഞാൽ അത് എത്ര വലിയ ഒരു ടാസ്ക് ആണ് എന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോഴേ മനസ്സിലാക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ ഞങ്ങൾ ഈ ടാസ്ക് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന്. 2010-നും അതിനുശേഷവും ഇറങ്ങിയ മികച്ച 10 സിനിമകളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ മികച്ചത് എന്നതുകൊണ്ട് ഞങ്ങൾ കൊമേഴ്ഷ്യലായി വലിയ ലാഭം ഉണ്ടാക്കിയ സിനിമയെ മാത്രമല്ല പരിഗണിച്ചിട്ടുള്ളത്. ഏതാണ്ട് എല്ലാ ജോണറുകളിലും വലിയ മാറ്റങ്ങൾക്ക് പാത വിരിച്ച സിനിമകൾക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ അതുവരെ കഥ പറഞ്ഞ രീതികളെ മാറ്റിമറച്ച രീതിയിൽ ആവിഷ്കരിച്ച സിനിമകളാണ് ഞങ്ങളുടെ മികച്ച 10 സിനിമകളുടെ ഭാഗമായിട്ടുള്ളത്. ഇത് തികച്ചും സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് മറ്റൊരു 10 സിനിമയുടെ പേരാകാം നിങ്ങളുടെ ചിന്തയിൽ വരുന്നത്. ഇനി ഞങ്ങൾ തിരഞ്ഞെടുത്ത 10 സിനിമകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ 2011-ൽ റിലീസായ ട്രാഫിക് ആണ്. മലയാള സിനിമയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച സിനിമയാണിത്. അതിൽ ആർക്കും തർക്കമുണ്ടാകും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഞങ്ങളുടെ ലിസ്റ്റിൽ ഒരു സ്ഥാനം അർഹിക്കുന്നു. ഇതൊരു സിനിമ റിവ്യൂ അല്ലാത്തത് കൊണ്ട് ഒരു സിനിമയെക്കുറിച്ചും ആഴത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വളരെ ചുരുങ്ങിയ രീതിയിൽ എന്തുകൊണ്ടാണ് ഓരോ സിനിമയും ഈ ലിസ്റ്റിൽ ഇടം നേടിയത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. ഞങ്ങളുടെ ലിസ്റ്റിൽ രണ്ടാമത് ഇടം പറ്റിയിട്ടുള്ള സിനിമയാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. ഈ സിനിമ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിന്റെ കഥയെ അവതരിപ്പിച്ചിട്ടുള്ളത്. നർമ്മത്തിന്റെയും ഫാന്റസിയുടെയും മേമ്പൊടിയോടുകൂടി ഒരു പ്രത്യേകതരം ട്രീറ്റ്മെന്റ് ആണ് ഈ സിനിമയ്ക്ക് സവിശേഷതയായി കണക്കാക്കി ഞങ്ങൾ ഈ സിനിമയെ ഈ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ക്ലാസിക്കായ 2013-ൽ റിലീസായ ആമേനാണ്. ഈ സിനിമയെയും അതിന്റെ ഫാന്റാസ്റ്റിക് ട്രീറ്റ്മെന്റ് കൊണ്ടാണ് ഞങ്ങൾ ലിസ്റ്റിൽ ഇടം നൽകിയിട്ടുള്ളത്. ഈ സിനിമ ഒരു നല്ല എന്റർടൈനർ കൂടിയാണ്. അതേ കൊല്ലം പുറത്തിറങ്ങിയ ദൃശ്യം എന്ന സിനിമയാണ് നാലാമത്തെ സിനിമയായി ഈ ലിസ്റ്റിൽ ഇടം പറ്റിയിട്ടുള്ളത്. ഒരുപക്ഷെ മലയാള സിനിമയിലെ ക്രൈം ത്രില്ലർ ജോണറുകളുടെ പുതിയ തലമുറയിലെ തുടക്കം ഈ സിനിമ കൊണ്ടാണ് സംഭവിക്കുന്നത്. അടുത്തതായി 2015-ൽ പുറത്തിറങ്ങിയ പ്രേമം എന്ന സിനിമയാണ്. പ്രണയത്തെ വ്യത്യസ്തമായി ചിത്രീകരിക്കുകയും അതിന് ഒരേപോലെ പോപ്പുലർ അപ്പീൽ നൽകാൻ സാധിക്കുകയും ചെയ്തു എന്നതാണ് ഈ സിനിമയുടെ മേന്മ. അടുത്തത് 2016-ൽ പുറത്തിറങ്ങിയ മഹേഷിന്റെ പ്രതികാരമാണ്. റിയലിസ്റ്റിക് സിനിമയെ കാഴ്ചക്കാരോട് വീണ്ടും അടുപ്പിച്ച സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം. ഏഴാമത്തെ സിനിമ 2017-ൽ പുറത്തിറങ്ങിയ കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. ഓരോ കഥാപാത്രങ്ങൾക്കും നൽകിയിട്ടുള്ള ക്യാരക്ടറിന്റെ ആഴം ആണ് ഈ സിനിമയുടെ എടുത്തു പറയേണ്ട മേന്മ. എട്ടാമത്തെ സിനിമ 2021-ൽ പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ്. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സിനിമ ഒരുപക്ഷെ ആധുനിക കാലത്തെ ഏറ്റവും നല്ല സ്ത്രീപക്ഷ സിനിമ കൂടിയാണ്. ഇനി 9-ാം സ്ഥാനത്തുള്ളത് തികച്ചും കുറെ പുതുമുഖങ്ങളെ വച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയാണ്. ഈ സിനിമയുടെ രചനയും ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അഭിനേതാക്കളുടെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനവുമാണ് ഈ സിനിമയെ ഞങ്ങളുടെ ലിസ്റ്റിൽ ഇടം നൽകിയത്. ഇനി 10-ാമത്തേതും അവസാനത്തേതുമായ സിനിമ 2024-ൽ പുറത്തിറങ്ങിയ ഭ്രമയുഗമാണ്. ഒരു ഹൊറർ ജോണറിൽ ചിത്രീകരിക്കപ്പെട്ട സിനിമ ആ ജോണറിൽ നിന്നും പുറത്തേക്ക് സഞ്ചരിച്ച് പ്രലോഭനകരമായ അധികാര വാഞ്ചയെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാം വെവ്വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 സിനിമകളും താഴെ കമന്റിൽ പറയുക. നന്ദി.